അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ, തടി തളർന്നു പോകുന്ന വാർത്തയാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചോട്ടെ. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ എന്ന് പറയുന്നത് പാപമാണ്, കടുത്ത ഹറാമും കൂടിയാണ്. അത് ചെയ്തവർക്കും അതിനെ പ്രേരിപ്പിച്ചവർക്കും പടച്ചറബിൽ നിന്നുള്ള ശിക്ഷ അതികഠിനമായിരിക്കും. പടച്ചറബ് കാരുണ്യവാനാണ്, പുറത്തു തരട്ടെ. ഈ ഒരു പൊന്നുമോനാണ് സ്വയം ജീവൻ ഒടുക്കിയത്. 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പാവം പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇത് ചെയ്തത്. അങ്ങനെയായിരുന്നു വാർത്തയുടെ കിടപ്പ്. നല്ലൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഇനിയും എവിടെയൊക്കെയോ എത്തേണ്ട ആ ഒരു പൊന്നുമോന് പേടിച്ച് സ്വയം ജീവൻ ഒടുക്കിയിരിക്കുകയാണ്. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. ഈ ഒരു പൊന്നുമോന് ജോലി ചെയ്യുന്നത് മൊബൈൽ കടയിലാണ്. മോഷണം ആരോപിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഈ ഒരു പാവം ആത്മഹത്യ ചെയ്യുന്നത്. മലപ്പുറം എടവണ്ണ വെട്ടത്തൂരിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മഹത്യ എന്ന് പറയുന്നത് വെറും ഒരു പൊട്ടത്തരമാണ്. നമുക്ക് തോന്നും ഇപ്പോൾ മരിച്ചു കളയാമെന്ന്. പക്ഷെ ആ ഒരു സമയത്തെ നമ്മൾ ബ്രേക്ക് ചെയ്യുക. ആ ഒരു സമയവും നമുക്ക് കടന്നു പോകും. ആ ഒരു സമയവും കടന്നുപോയാൽ നമ്മൾ ചിന്തിക്കും, അന്ന് നമ്മൾ അത് ചെയ്തിരുന്നെങ്കിൽ വലിയൊരു പൊട്ടത്തരമായി പോയേനെ. അത്രയേ ഉള്ളൂ ആത്മഹത്യ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു നിമിഷത്തിൽ തോന്നുന്നതാണ്. നമ്മൾ ആ നിമിഷത്തെ ഒന്ന് മറികടന്ന് നോക്കുക. അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പാവം പോലുള്ള പേടിയുള്ള ആളുകളാണ്. എന്നുവെച്ചാൽ പ്രതികരണശേഷിയില്ലാത്ത ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അവർക്ക് ധൈര്യം കൊടുക്കുക. നമ്മൾ ആത്മവിശ്വാസം പകർന്നു കൊടുക്കുക. നമുക്കറിയാവുന്നവരാണെങ്കിൽ, ഇങ്ങനെ വിഷമത്തിലും പ്രയാസത്തിലും അകപ്പെടുന്ന ആളാണെങ്കിൽ അവർക്ക് നമ്മൾ ധൈര്യം പകർന്നു കൊടുക്കുക. അത് നമ്മുടെ കടമയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളും ഇങ്ങനെയുള്ള മരണത്തിന് കാരണമായി പോകാം. പടച്ചറബ് എല്ലാവരും തൊട്ട് കാക്കട്ടെ. നമ്മളൊന്നും സംഭവിക്കുന്നത് വരെ കാത്തു നിൽക്കാൻ പാടില്ല. എന്നാൽ ചില ആളുകളുടെ മനസ്സ് എന്ന് പറയുന്നത് ലോല ഹൃദയമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഇതുപോലെ ചെയ്താളിയും. എനിക്കിനി ജീവിക്കേണ്ട, ഇനി ആളുകളുടെ മുന്നിൽ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, ഇങ്ങനെ പല ചിന്തകളായിരിക്കും അവരിൽ. എന്നുവെച്ചാൽ അവർക്ക് പ്രതികരണശേഷിയില്ല. ഒന്നിനും അങ്ങോട്ട് എതിർക്കാനുള്ള ഒരു ശക്തി, കഴിവില്ലാത്ത ആളുകൾ. അവർ സ്വയം ശിക്ഷിച്ച് നമുക്ക് ശിക്ഷ നൽകുകയാണ്. മരണപ്പെട്ടിരിക്കുന്നത് വെട്ടത്തൂർ കാഞ്ഞിരക്കുഴിയിലെ യാസർ മോനാണ്. 18 വയസ്സാണ് പ്രായം. സംഭവം ഇങ്ങനെയായിരുന്നു. ഇവൻ ജോലി ചെയ്യുന്നത് ഒരു മൊബൈൽ കടയിലായിരുന്നു. ആ മൊബൈൽ കടയിൽ നിന്നും ഒരു മൊബൈല് മോഷണം പോയിരുന്നു. ആ മൊബൈല് ഈ മോന് മോഷ്ടിച്ചെന്നും പറഞ്ഞാണ് ആ മോൻ ഇത് ചെയ്തു കളഞ്ഞത് എന്ന് കുടുംബം പറയുന്നു. മൊബൈല് മോഷ്ടിച്ചു എന്നുള്ള ആരോപണത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ പൊന്നുമോൻ ആത്മഹത്യ ചെയ്തത്. നീയാണ് മോഷ്ടിച്ചതെന്നും പറഞ്ഞ് ആ മോനെ ഒരുപാട് തല്ലിയിട്ടുണ്ടെന്നും കുടുംബം പറഞ്ഞു വെക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് യാസറിന്റെ മാതാവ് വായക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യാസറിന്റെ വീട്ടിലെ മുറിയിൽ ഫാനിൽ ഇതുപോലെ ചെയ്തിരിക്കുന്നത് കണ്ടത്. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ ആ സമയത്തെ ഒന്ന് നിയന്ത്രിക്കുക. നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഇതുപോലെയുള്ള പ്രയാസത്തിൽ അകപ്പെടുന്നവരാണെങ്കിൽ ആരായാലും എന്തെന്നായാലും അവരെ ഒന്ന് സമാധാനിപ്പിക്കുക. ആ സമയത്തെ ഒന്ന് ബ്രേക്ക് ചെയ്യുക. അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളും കൂടി ഇതിൽ കാരണക്കാരാവുകയാണ്. പടച്ചറബ് എല്ലാവരും കാക്കട്ടെ. പിന്നെ എനിക്ക് ഏറെ വേദനയോടെ അറിയിക്കാനുള്ളത്, ഒരു നാട് മൊത്തം കണ്ണീരിലായിപ്പോയ ഒരു മരണം, തടി നെട്ടിപ്പോകുന്ന മരണം. ആ ഒരു വാർത്ത കേട്ടിട്ട് തന്നെ തളർന്നു പോയിരിക്കുകയായിരുന്നു. ഇന്നലെയായിരുന്നു സംഭവം. ഒരു കുടുംബത്തിലെ ഏറെ സന്തോഷത്തോടെയുള്ള ഒരു ഊട്ടി യാത്ര, അത് ഇന്നലെ മരണത്തിലേക്ക് എത്തിച്ചു. കണ്ണൂർ സ്വദേശികളാണ്. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുപോലും മരണപ്പെട്ടുപോയ ഒരു മരണവാർത്ത. ഈ ഒരു ഇലക്ഷന്റെ റിസൾട്ടിന്റെ ചൂടിലും ആ ഒരു നാട് മൗനത്തിലാണ്. പടച്ചറബേ, ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണിറപ്പേ. സംഭവം ഇങ്ങനെയായിരുന്നു. രാത്രി വീട്ടിൽ നിന്നും പുറപ്പെട്ട ഇവർ രാവിലെ 6:30ക്കാണ് ചെക്ക് പോസ്റ്റിൽ നിന്നും പോയത്. ഗുണ്ടൽപേട്ടയ്ക്ക് 2 കിലോമീറ്റർ സമീപം വെച്ചാണ് ലോറിയുമായി കൂട്ടിയിടിച്ച് ഈ അപകടമുണ്ടാകുന്നത്. മുനീറായിരുന്നു കാർ ഓടിച്ചിരുന്നത്. സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു മുനീർ. കണ്ണൂരിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. ഗൾഫിൽ നിന്നെത്തിയ മുനീർ കണ്ണൂരിലെ ഭാര്യ വീട്ടുകാർക്കൊപ്പം ഊട്ടിയിലേക്ക് ടൂർ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കർണാടക ഗുണ്ടൽപേട്ടിന് സമീപം നടന്ന ഈ ഒരു വാഹനാപകടത്തിൽ ഗർഭസ്ഥ ശിശുവടക്കം 4 പേരാണ് മരണപ്പെട്ടു പോയത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏറെ സന്തോഷത്തോടെയുള്ള ആ ഒരു യാത്രയായിരുന്നു. കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കും പടച്ചറബിലേക്കാണ് അവർ മടങ്ങിയത്. ഈ യാത്രയിൽ പങ്കെടുത്തത് 7 അംഗ സംഘമാണ്. അതിൽ ഗർഭസ്ഥ ശിശുവടക്കം 4 പേര് മരണപ്പെട്ടിരിക്കുന്നത് തിരൂരങ്ങാടി മമ്പുറം മുക്കമ്മൽ മുസ്തഫയുടെ മകൻ 30 വയസ്സുള്ള മുനീർ. പിന്നെ ഭാര്യയുടെ മാതാവ് കണ്ണൂർ സ്വദേശിനി 45 വയസ്സുള്ള മുനീറ. മുനീറയുടെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ 3.5 വയസ്സ് മാത്രം പ്രായമുള്ള മോഹി സിദാൻ എന്ന പൊന്നുമോനും. അതുമാത്രമല്ല, ഗർഭസ്ഥ ശിശുവായ
വെറും 7 മാസം പ്രായമുള്ള കുഞ്ഞു. പടച്ച റബ്ബേ, ഇത് വല്ലാത്തൊരു വിധിയാണ് റബ്ബേ. ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ ഉമ്മത്തിങ്ങളെ നീ കാക്കണേ റബ്ബേ. ഇന്നലെ രാവിലെയായിരുന്നു ഈ അപകടം നടക്കുന്നത്. ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലായവർ 22 വയസ്സ് പ്രായമുള്ള സാനിയ മിർസ, മുനീറിന്റെ ഭാര്യ 26 വയസ്സുള്ള നിഹാല, പിന്നെ 34 വയസ്സുള്ള ബിലാല്, 28 വയസ്സുള്ള സഹല പ്രവീൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. പടച്ച റബ്ബ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ. ആ ആശുപത്രിയിൽ നിന്നും സലാമത്താക്കി കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ ഒരു മരണവാർത്തയായിരുന്നത്. പടച്ച റബ്ബേ, ആ ഒരു കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, മരണപ്പെട്ടു പോയവർക്ക് നീ ഷഹീദിന്റെ പ്രതിഫലം നൽകണേ റബ്ബേ. ഏറെ സന്തോഷത്തോടെ യാത്ര ചെയ്തതാണ് റബ്ബേ. നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, അവരുടെ വേദന, അവരുടെ പ്രയാസം നിനക്കറിയാലോ റബ്ബേ. അവർക്ക് മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, 18 വയസ്സ് മാത്രം പ്രായമുള്ള യാസർ എന്ന പൊന്നുമോന് പേടിച്ച് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ്. ദുനിയാവിലെ പേടി കാരണം നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. പടച്ച റബ്ബേ, തെറ്റ് പറ്റിപ്പോയതാണ് റബ്ബേ. കാരുണ്യവാനായ റബ്ബേ, നീ പുറത്തു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ പൊന്നുമോന് നീ സ്വർഗം കൊടുക്കണേ റബ്ബേ. ജീവിതത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ തന്നെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. بذكر مولد أحمد جاءت لمولده الشريف بشائر وخواريق العادات ليلة مولده